കേരള നവോത്ഥാന നായകരെക്കുറിച്ചുള്ള 6ാമത്തെ വീഡിയോയാണിത്. ഈ വീഡിയോയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ് പറയുന്നത്. 1809 മുതൽ 1851 വരെയായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ ജീവിതകാലം. വലിയ സാമൂഹ്യ വിപ്ലവകാരിയായിരുന്ന അദ്ദേഹത്തെ അയ്യാ വൈകുണ്ഠർ എന്നും അറിയപ്പെട്ടിരുന്നു. ഹൈന്ദവ യാഥാസ്ഥിതികതയെയും വൈദേശിക മതപരിവർത്തന ശ്രമങ്ങളെയും ശക്തിയുക്തം എതിർത്ത ഒരാളാണ് വൈകുണ്ഠസ്വാമികൾ. രാജാധികാരത്തെ തുറന്നെതിർത്ത ആദ്യത്തെ വിപ്ലവകാരിയായിരുന്നു വൈകുണ്ഠസ്വാമികൾ. നാഗർകോവിലിനടുത്ത് ശാസ്താംകോട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. ദുർബല സമൂഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണവ്യവസ്ഥയെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. വിഗ്രഹാരാധന, മൃഗബലി തുടങ്ങിയ ആചാരങ്ങളിൽ അർത്ഥമില്ലെന്ന് വൈകുണ്ഠർ സിദ്ധാന്തിച്ചു. മേൽമുണ്ട് ധരിക്കൽ സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. 1857 ശുചീന്ദ്രത്ത് സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ആശയത്തിന് അദ്ദേഹം ശക്തി പകർന്നു. ഓരോരുത്തരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ഠസ്വാമികൾക്കുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠസ്വാമികൾ 1851 കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. കൂലി തന്നില്ലെങ്കിൽ വേല ചെയ്യരുത് എന്ന് തൊഴിലാളി സമൂഹത്തിന് നിർദ്ദേശം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. മേൽജാതിക്കാരുടെ മാത്രം അവകാശമായിരുന്ന തലപ്പാവ് ധരിക്കാനും അദ്ദേഹം ഉപദേശിച്ചു. രാജ്യഭരണത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനുമെതിരെ നിരന്തരം സമരം നടത്തിയ വൈകുണ്ഠസ്വാമികളെ തിരുവിതാംകൂർ സർക്കാർ 110 ദിവസത്തെ തടവിന് ശിക്ഷിച്ചു. വിവിധ ജാതികളിൽ നിന്നുള്ള പൂജാരിമാരെ തിരഞ്ഞെടുത്ത് വിശ്വാസ സമ്പ്രദായത്തെ പുരോഹിത വിമുക്തമാക്കാനുള്ള ശ്രമവും അക്കാലത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. ഏത് ജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൂവയൽ പന്തി എന്ന പ്രസ്ഥാനം അയ്യാ വൈകുണ്ഠർ സ്ഥാപിച്ചു. ഏകദൈവം എന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈകുണ്ഠർ അയ്യാ വഴിക്ക് പ്രചാരം നൽകിയത്. ശിഷ്യന്മാരായ ഷൺമുഖ വടിവേലു, തൈക്കാട്ട് അയ്യാവ് എന്നിവർ അയ്യാ വൈകുണ്ഠരുടെ ദർശനങ്ങളാണ് പ്രചരിപ്പിച്ചത്. അക്കില്ലത്തിരുട്ട്, അരുൾ നൂൽ എന്നീ ഗ്രന്ഥങ്ങളിലാണ് വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങളുള്ളത്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മല്ലു ട്യൂബ് ഫോർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. So please subscribe and thank you for watching Mallu Tube.